ക്ലാസ് 5 കേരള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫിഗർ ഇൻ ദ സെയിം സൈസ് യൂസിങ് എ സെറ്റ് സ്ക്വയർ ആൻഡ് എ സ്കെയിൽ. നെയിം ദ ഫിഗർ യു ഹാവ് ഡ്രോൺ. ഇത് റെക്റ്റാങ്കിൾ ആണ്. ഇതിൻ്റെ 4 ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ആദ്യം എ ബി വരയ്ക്കുക. 7 സെൻറ്റിമീറ്ററിൽ ബി എന്ന ആ പോയിൻറ്റിൽ സെറ്റ് സ്ക്വയർ വെച്ച്, സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രിയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഇതുപോലെ 90 ഡിഗ്രി വെച്ചിട്ട് ഒരു ലൈൻ, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ എയിൽ, എ എന്ന പോയിൻറ്റിലും സെറ്റ് സ്ക്വയർ വെച്ച് 90 ഡിഗ്രി വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ സ്കെയിലെടുത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഇതിൻ്റെ. അതായത് എ ബി ഈക്വൽസ് സി ഡി ആയിരിക്കും, എ ഡി ഈക്വൽസ് ബി സിയുമായിരിക്കും. ഇത് റെക്റ്റാങ്കിളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോം നമ്പേഴ്സ് യൂസിങ് ദ ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അറേഞ്ച് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഓരോന്നിൻ്റെ നമ്പർ എഴുതണം. അപ്പോൾ വൺസിൻ്റെ അടുത്ത് 6 ആണ് കൊടുത്തിരിക്കുന്നത്, ഒറ്റയുടെ സ്ഥാനത്ത് 6. ടെൻസിന് 10-ന് പകരം 10-ന് 1 എഴുതിയിട്ടുണ്ട്. ഹൺഡ്രഡ്സ് 7. അങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി വരണം. 6 1 7 3 5 4 2. ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ മുതൽ ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന്, ചെറിയ നമ്പറിൽ നിന്ന് ബിഗ് നമ്പറിലേക്ക് എഴുതണം, ലാർജസ്റ്റ് നമ്പറിലേക്ക്. അപ്പോൾ 49321 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ഇതിൽ. അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് 7,56,481. അങ്ങനെ ഇതുപോലെ എഴുതാം. തേർഡ് ആക്ടിവിറ്റി, അരുണാപുരം LP സ്കൂളിൽ 360 പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഈക്വലി എമംഗ് 4 ക്ലാസ്സസ്. ഹൗ മെനി പ്ലാന്റ്സ് ഡിഡ് ഈച്ച് ക്ലാസ് ഗെറ്റ്? അപ്പോൾ ഓരോ ക്ലാസ്സിനും 4 ക്ലാസ് ഉണ്ട്. 360 തൈകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിനും എത്ര തൈകൾ വെച്ച് കിട്ടി? അപ്പോൾ 360-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 90 എന്ന് കിട്ടും. 90 90 പ്ലാന്റ്സാണ് ഓരോ ക്ലാസ്സുകാർക്കും കിട്ടിയത്. The plants given in 3rd standard were equally distributed among students. 3-ാം ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ടാണ്, ആ 90 പ്ലാന്റ്സും ഈക്വലായിട്ട് കൊടുത്തു. ഈച്ച് സ്റ്റുഡൻറ്റ് ഗോട്ട് 3 പ്ലാന്റ്സ്, 3 പ്ലാന്റ്സ് വെച്ചിട്ട് ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഇൻ 3rd സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ 90 പ്ലാന്റ്സ് 3 വെച്ച് ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 3, അപ്പോൾ 30 ആണ് ആൻസർ. 30 കുട്ടികളാണ് 3rd സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നത്. ഇനി ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ 4th സ്റ്റാൻഡേർഡ് വർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് സ്റ്റുഡൻറ്റ്സ്. ഈച്ച് സ്റ്റുഡൻറ്റ് ഗോട്ട് 5 പ്ലാന്റ്സ്. 5 പ്ലാന്റ്സ് വെച്ചിട്ടാണ് 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കിട്ടിയത്. അപ്പോൾ 90 പ്ലാന്റ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 5, അപ്പോൾ കിട്ടുന്നത് 18 ആണ്. ആൻസർ 18. നാലാമത്തെ ആക്ടിവിറ്റി, ദ ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഗിവ് 12,000 rupees ഫോർ ഹൈ സ്കൂൾസ് ആൻഡ് 10,000 rupees ടു പ്രൈമറി സ്കൂൾസ് ഫോർ സെറ്റിംഗ് മാത്സ് ലാബ്. 60 ഹൈ സ്കൂൾസ് ആൻഡ് 250 പ്രൈമറി സ്കൂൾസ് were selected for this program. Find the total amount required for high schools. ഗവൺമെൻറ് 12,000 rupees-ആണ് ഹൈസ്കൂളിന് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് മാത്സ് ലാബ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ ഹൈ സ്കൂൾസ്, ഹൈസ്കൂളിന്
60 ഹൈസ്കൂളാണ്, 60 ഹൈസ്കൂളുണ്ട്. അപ്പോൾ 12,000 രൂപ വെച്ച് 12,000 ഇൻറ്റു 60 7,20,000 വരും. രണ്ടാമത്തെ ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ പ്രൈമറി സ്കൂളിന് 10,000 ഇൻറ്റു 250 ആണ്. അപ്പോൾ 250 പിന്നെ 4 0 ചേർക്കുക, അപ്പോൾ 25 lakh. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ ഓൾ സ്കൂൾസ്, എല്ലാ സ്കൂളിനും വേണ്ട എമൗണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ എഴുതാം. അപ്പോൾ 32,20,000 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫിഗർ. പല ഷേപ്പുകൾ കൊണ്ടാണ് ഈ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 3 സൈഡുള്ളതിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. 3 സൈഡുള്ളത് ട്രയാങ്കിൾ, ത്രികോണം. 4 സൈഡുള്ളതിനെ ക്വാഡ്രിലാറ്ററൽ. മൊത്തത്തിൽ 4 സൈഡുള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്നത് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. പക്ഷേ അതിൽ റെക്റ്റാങ്കിൾ വരും, ചതുരം, പിന്നെ സമചതുരം സ്ക്വയർ വരും, റോംബസ് വരും, പാരലോഗ്രാം വരും. ഇതെല്ലാം ഈ 4 സൈഡുള്ളിൽ വരും. മൊത്തത്തിൽ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുക. ഇവിടെ ഈ ഹൗസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൽ ഉള്ള ഷേപ്പ് റെക്റ്റാങ്കിളാണ് ഉള്ളത്. 5 സൈഡുള്ളതിന് പെൻറ്റഗൺ, 6 സൈഡാണെങ്കിൽ ഹെക്സഗൺ, 7 സൈഡാണെങ്കിൽ ഹെപ്റ്റഗൺ, അങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. ഇനി ഏത് ജോമെട്രിക്കൽ ഫിഗർ ഈസ് സീൻ മോർ ഇൻ ദ പിക്ചർ? കൂടുതലായിട്ട് കാണുന്നത് ഇതിൽ റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യമായിരിക്കും. പിന്നെ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ആറാമത്തെ ആക്ടിവിറ്റി, യുവജന ആർട്സ് ക്ലബ് പ്രിപ്പയർഡ് സം കൂപ്പൺസ് ഫോർ കളക്ടിങ് ഓണം സെലിബ്രേഷൻ ഫണ്ട്. The coupons are of different values. The amount collected are follows. അപ്പോൾ കൂപ്പൺ തുക തന്നിട്ടുണ്ട്. 10 രൂപയാണെങ്കിൽ 550 ആണ് സമാഹരിച്ചത്. അപ്പോൾ അതിനെ വിറ്റ കൂപ്പണുകളുടെ എണ്ണം കാണാനായിട്ട് തുക ഡിവൈഡഡ് ബൈ സമാഹരിച്ച തുക ഡിവൈഡഡ് ബൈ കൂപ്പൺ തുക. അപ്പോൾ 55 എന്ന് കിട്ടും വിറ്റ കൂപ്പണുകളുടെ എണ്ണം. രണ്ടാമത്തെ 149, മൂന്നാമത്തെ 312, നാലാമത്തെ 240 ഡിവൈഡ് ബൈ 8 30 ആണ്. ഏറ്റവും കൂടുതൽ വിറ്റ കൂപ്പൺ 2 രൂപ കൂപ്പണുകളാണ്. ഏഴാമത്തെ ആക്ടിവിറ്റി, ദ പ്രൈസസ് ഓഫ് കാർഡ്സ് ബോട്ട് ബൈ രാമു, രാജു, ഗോപു ആൻഡ് സജ്ജു ആർ ഗിവൺ ബിലോ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആരാണ് കാറ് ഹയസ്റ്റ് പ്രൈസിന് വാങ്ങിച്ചത്, എത്രതിനാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കോമയിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ അത് 4,49,180. അത് ഒറ്റയുടെ സ്ഥാനത്ത് ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം അങ്ങനെ എഴുതി തിരിച്ച് എഴുതി നോക്കുക. അപ്പോൾ രാജുവിന് ഇത്രയാണ്. അപ്പോൾ നമ്മൾ കോമയിട്ട് എഴുതുകയാണെങ്കിൽ കുറേം കൂടി എളുപ്പമായിരിക്കും. ഇതിൽ ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിയത് രാമു ആണ്. എല്ലാത്തിലും 4 ലക്ഷം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ 49,000, 48,000, ആദ്യത്തെ 49,000, പിന്നെ 48, 40, 48. അപ്പോൾ ഏറ്റവും കൂടുതൽ 49 അപ്പം അതാണ് ഏറ്റവും കൂടിയ കാറ് കൂടിയ വില ഉള്ള കാറ്. രണ്ടാമത്തെ ഈ തുക വായിക്കുന്നത് എങ്ങനെയെന്ന് എഴുതുക. 4,49,180 റുപ്പീസ്. ഏറ്റവും കുറവ് വിലയുള്ള കാർ വാങ്ങിയത് ആര്, എത്ര രൂപ? ഗോപു ആണ്. 4,40,40 ആണ് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ വലിയ സംഖ്യ ആദ്യം എഴുതുക, അതിൽ നിന്നും ചെറിയ സംഖ്യ മൈനസ് ചെയ്താൽ നമുക്ക് 8286 റുപ്പീസ് എന്ന് കിട്ടും.